എണീക്കടി. എണീക്ക്. എന്താടി മോളെ, രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടന്നില്ല അല്ലേ? വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊന്നുകളയുന്നത് എന്റെ രീതി. പിന്നെ നിന്നെ മാത്രം പോരല്ലോ എനിക്ക്, അവനെ കൂടെ വേണ്ട എനിക്ക്. നിന്റെ ഭർത്താവിനെ, നീ അവന്റെ നമ്പർ പറ. നിന്റെ ഭർത്താവിന്റെ നമ്പർ താടേ. എന്ത് നമ്പർ തരാൻ നിനക്ക് പേടിയാണ്? അത്രക്ക് പേടിയാണോ അവന്? പേടിയോ? എന്റെ സൂര്യ സാറിനോ? നിന്നെ പോലുള്ളവരൊക്കെ സൂര്യ സാർ ഒരിക്കലും പേടിക്കില്ല. എടാ, പെണ്ണെന്നൊക്കെ പറഞ്ഞതേ ഇങ്ങനെ ഇരിക്കണം. കാലം എത്ര കഴിഞ്ഞാലും ശരി, നിന്നെപ്പോലെ കുറച്ചു പേര് ഇതേ ഇങ്ങനെ ബാക്കി കിടക്കും. ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്നവര്. ഈ ലോകത്തെ ഏറ്റവും വലിയ കരുതൽ സ്വന്തം ഭർത്താവാണെന്ന് മാത്രം വിശ്വസിക്കുന്നവർ. അതെനിക്ക് വലിയ ഇഷ്ടമായി. ഇനി പെട്ടെന്ന് നമ്പർ പറ. നീ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് അവനോടൊന്ന് പറയണ്ടേ? പാവം, വല്ലാതെ തളർന്നു പോയിട്ടുണ്ടോ? നമ്പർ പറയടി, നമ്പർ പറയടി. ആ 47. ഹലോ, ഭാര്യയെ തിരക്കി നടക്കായിരിക്കുമല്ലേ? നിങ്ങൾ ആരാ? പോലീസുകാര് നാട് മുഴുവൻ അന്വേഷിക്കുന്നുണ്ടോ? പക്ഷേ അവരൊന്നും നിന്റെ ഭാര്യയെ കണ്ടെത്തില്ല. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? പോലീസുകാർക്ക് നിന്റെ ഭാര്യയെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അവളിപ്പോ ഇരിക്കുന്നത് എന്റെ കസ്റ്റഡിയിലായതുകൊണ്ട്. ആരാടാ നീ? എവിടുന്നാ നീ വിളിക്കുന്നേ? നന്ദിനി നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്താ നിങ്ങളുടെ ആവശ്യം? പണമോ മറ്റെന്തെങ്കിലും വേണമെങ്കിൽ പറ. ഇങ്ങനെ ബഹളം വെക്കലടോ. വളരെ ശാന്തമായിട്ട് നമുക്ക് സംസാരിക്കാം. നീ ആരാടാ? നീ എന്തിനാ നന്ദിനെ തട്ടിക്കൊണ്ടുപോയത്? അതെ അനിയ, ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ചോദിക്കരുത്. നിന്റെ ഭാര്യ ഇപ്പൊ എന്റെ കൂടെ തന്നെ ഉണ്ട്. അവക്ക് ഇതുവരെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. യാതൊന്നും. നിനക്കെന്താ വേണ്ടേ? പറയാം. നാളെ രാവിലെ 6 മണിക്ക് നിന്റെ വീടിന്റെ മുമ്പിലുള്ള റോഡിൽ ഒരു ഓട്ടോറിക്ഷ വരും. അതിന്റെ നമ്പർ 1286. എന്നിട്ട് ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത് പറ. നീ ആ വണ്ടിയിൽ കയറണം. വണ്ടി ഈ സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കും. നിനക്ക് പിറകിൽ എൻ്റെ ഒരാളുണ്ടാവും. അയാള് നിന്നെ ഒരു പാർസൽ ഏൽപ്പിക്കും. ആ പാർസല് നിന്റെ ഫോണിൽ ഞാൻ അയക്കുന്ന ലൊക്കേഷനിൽ നീ എത്തിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിന്റെ ഭാര്യയും കൊണ്ടുപോവാം. നിന്റെ ഭാര്യ സ്വതന്ത്രയാവും.